തേനീച്ച ഈച്ചകളുണ്ടാക്കുന്ന കപ്പ് പോലെയുള്ള ആ അറയിലേക്ക് റാണി മുട്ട ഇട്ട് വെക്കുമ്പോഴാണ് കപ്പ് മുട്ട എന്ന് പറയുന്നത്, തുറന്നിരിക്കുന്ന മുട്ട. മൂപ്പെത്തിയതാണെങ്കിൽ, നല്ലപോലെ മൂപ്പെത്തിയതാണെങ്കിൽ ഈ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകും. നമുക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഓല ഇതിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് ഒരു വശം പൊള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേവരാമ്പൂവിനൊരു ഗുണമുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് എയറൊന്നും കൊടുക്കണ്ട. ഞാൻ സാധാരണ ഇവിടെ നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന കാപ്പി തന്നെയാണ് നട്ടിരിക്കുന്നത്. ഈ മാവ് പൂക്കുന്ന കാലത്ത് രാവിലെ പോയിക്കുന്നത് വളരെ നല്ലതെന്നാണ് പറയപ്പെടുന്നത്. തൈരും തേക്ക് ചെയ്തിട്ടുണ്ട്. ഉത്സാഹിച്ചാൽ അതും ഒരു നല്ല വരുമാനമാണ്. തോട്ടപ്പയറിന് ഇപ്പോൾ കിലോയ്ക്ക് ഉണങ്ങിയതിന് 700 രൂപ അടുത്ത് വിലയുണ്ട്. എനിക്ക് ഒരു 175ഓളം കൊക്കോ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പാലാ മേരിലാൻഡ് വന്നിരിക്കുന്ന ഒരു നല്ല അടിപൊളി കർഷകനെ പരിചയപ്പെടാം. അദ്ദേഹം ഇവിടെ കുറേ വിളകൾ, സമ്മിശ്ര കർഷകനാണ്, കുറേ വിളകളെ പരിപാലിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാൻ ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. ഒരുപാട് വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമായിട്ടുള്ള ഒരാളാണ് ജോസ് ചേട്ടൻ. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞാൻ കടനാട് പഞ്ചായത്തിൽ മേരിലാൻഡ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ വർഷങ്ങളായി തന്നെ കൃഷിക്കാരനാണ്. അപ്പം ആ കാലം എന്ന് പറഞ്ഞൊരു 40 വർഷം മുമ്പുള്ള ചെറുതേനീച്ച കൃഷി എനിക്കുണ്ട്. ഇതെല്ലാം തുടർന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നു. ബാക്കി എൻ്റെ കുടുംബക്കാരെല്ലാം കൃഷിക്കാരല്ലെങ്കിലും ഞാനും കൃഷിക്കാരനാണ്. നമ്മളതിൽ അഭിമാനിക്കുന്നു. ഉള്ളത് കൊണ്ട് ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ തന്നെ ജീവിച്ച് മരിക്കണം എന്നാണ് ചിന്ത. ഒത്തിരി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ച് പല കൃഷികളിലൂടെ, ഇപ്പോൾ റബ്ബറിനൊക്കെ വിലക്കുറവുള്ള ഒരു കാലം വന്നു. അപ്പോൾ പല കൃഷികളിലൂടെ, സമ്മിശ്ര കൃഷികളിലൂടെ എല്ലാം ആദായം കണ്ടെത്തി സന്തോഷത്തോടെ ജീവിക്കാൻ. ഓക്കെ. എന്തായാലും ജോസേൻ്റെ ഇവിടെ ചെയ്യുന്ന ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഈ പുറകിൽ കാണുന്ന പോലത്തെ നമ്മുടെ ചെറുതേനീച്ച കൃഷി തന്നെയാണ്. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചധികം പ്ലാവുകൾ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കവുങ്ങുണ്ടല്ലേ? കവുങ്ങുണ്ട്. അതുപോലെ തന്നെ തെങ്ങും, അങ്ങനെ എല്ലാ വിളകളും, കൊക്കോയും, എല്ലാ വിളകളും, കുറേ തേക്ക്. നമുക്ക് മൊത്തമായൊരു അടിസ്ഥാന സാമ്പത്തികം എന്ന് പറയുന്നത് തേക്ക് തന്നെയാണ്. കുറേ മരങ്ങൾ എനിക്കുണ്ട്. അത് എനിക്കല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കാക്കുന്നതാണ്. എനിക്ക് സമ്പാദിച്ചു കൊടുക്കാൻ വേറില്ല. എനിക്ക് ഈ കൃഷി കൊണ്ട് ജീവിക്കാനേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. അവർക്ക് കൊടുക്കാനുള്ളതാണ് ഈ തേക്ക് മരങ്ങളൊക്കെ. ഞാനത് വെട്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ മക്കൾക്ക് വേണ്ടി കരുതുന്നു. അപ്പോൾ അങ്ങനെ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി രീതി ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചെറുതേനീച്ച കൃഷി ഇത് ഏകദേശം 7 ഏക്കറോളം സ്ഥലമുണ്ടല്ലേ? 7 ഏക്കർ സ്ഥലമുണ്ട്. 7 ഏക്കർ സ്ഥലത്ത് മുഴുവൻ വിളകളാണ്. നമുക്ക് ആദ്യം ഇനി ഓരോ കൃഷി വിളകളായിട്ട് വരും. നമുക്ക് ആദ്യം ചെറുതേനീച്ച കൃഷിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. ഈ ചെറുതേനീച്ച കൃഷി എന്ന് പറയുമ്പോൾ വെറും 10 സെൻറ്റ് സ്ഥലമുള്ള ഒരാൾക്ക് 30 ഏക്കറിൽ നടത്താവുന്നൊരു കൃഷിയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് 10 സെൻറ്റ് സ്ഥലമുള്ള ഒരാൾ അവരുടെ പെരയും ചുറ്റുപാടും ഒക്കെ ഉള്ള ഈ തേനീച്ച വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് സഞ്ചരിക്കും. മറ്റുള്ള പുരയിടങ്ങളിൽ നിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത് തേൻ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 10 സെൻറ്റ് സ്ഥലമുള്ള ആൾക്കും 30 ഏക്കറിലെ കൃഷി നടത്താൻ പറ്റുന്നു. എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നവംബർ മാസം, ഞാൻ പറയുന്നത് ഏത് മാസത്തിലും പിരിച്ചാൽ ഡിവൈഡ് ചെയ്ത് വെക്കാം തേനീച്ച. എങ്കിലും ഏറ്റവും നല്ലത് നവംബർ 15ഓടുകൂടി തേനീച്ച ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് കോളനി വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ല ഈ ആ മാസം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് എന്താ? അതാണ് പൂക്കളുണ്ടാകുന്ന കാലവും ഒരു സമൃദ്ധിയുടെ കാലം. ഈച്ചയ്ക്കൊരു നല്ലൊരു കാലം, സമൃദ്ധിയുടെ ഒരു കാലം വരുമ്പോൾ അങ്ങ് പിരിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് വളർന്ന് സെറ്റായി വരാനും പുതിയൊരു കോളനി രൂപപ്പെടാനും ഏറ്റവും എളുപ്പമുണ്ട്. പക്ഷേ ആ കാലത്തൊക്കെ പിരിച്ചു വെക്കുമ്പോൾ തേനിന് അല്പം കുറവുണ്ട്. കോളനി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണമെന്നുള്ളവർ ഈ നവംബറിലും ഡിസംബറിലുമായിട്ട് പിരിച്ചു വെക്കുക. അല്ലാത്തവർ ഒക്കെ നോക്കുമ്പോൾ ഞാനൊക്കെ കുറേയെല്ലാം ചെയ്യാറ് തേനെടുക്കുന്നതോടുകൂടി പിരിച്ചു വെക്കുന്നതാണ്. അതായത് മാർച്ച് മാസത്തിൽ. പെട്ടികൾ ഞാനിത് എൻ്റെ പെരയിൽ എന്നോടൊപ്പമാണ് ഇവരെല്ലാം കഴിയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെളിച്ചത്തിലേക്ക്, അതായത് നമ്മൾ രാത്രിയിലെ ലൈറ്റ് വീട്ടിനകത്ത് ഇട്ടാലും ഒരു ഈച്ച പോലും വീടിനകത്ത് വന്ന് ശല്യം ചെയ്യില്ല. അതുകൊണ്ടാണ് വീട്ടിലെ പെരയോട് ചേർത്ത് തന്നെ, അല്ലെ പെരയുടെ ഭിത്തിയിലോ ഒക്കെ ചേർത്ത് തന്നെ വെക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പെരയ്ക്കകത്തേക്ക് വരത്തില്ല? ഒരു കാരണവശാലും വരത്തില്ല. ഒരിക്കലും ശല്യം ചെയ്യല. വെളിച്ചത്തിലേക്ക് വന്ന് ഒരിക്കലും ശല്യം ചെയ്യല. അവരെപ്പോഴും ഇരുട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ സമയം എന്ന് പറയുന്നത് നേരം വെളുത്ത് അവർ രാവിലെ ഉണരാനും അല്പം താമസിക്കും. ഒരു 7 മണിക്ക് ശേഷമേ അവർ പ്രവർത്തനം തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തേനിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഏതാ ശരിക്കും? തേനിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു സീസണേ ഉള്ളൂ. മാർച്ച് മാസം 30-ന്, മാർച്ച് 10 അല്ലെ മാർച്ചിൻ്റെ പകുതിയോടുകൂടി തേനെടുക്കാം.
ഒരു പ്രാവശ്യം ഇതിനകത്ത് നിന്ന് തേൻ എടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴും അതിൻ്റെ കൃത്യത അതാണ്. ഏത് സമയത്തും തേനെടുക്കാം, അതിനും കുഴപ്പമില്ല. പക്ഷേ അവർക്ക് വേണ്ട കുറച്ച് ആഹാരം അവിടെ വെച്ചിട്ടേ ബാക്കിയുള്ളത് നമുക്ക് സംഭരിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത്. അവർക്കുള്ള ഭക്ഷണം അവിടെ കുറച്ച് കരുതണം. പൂമ്പൊടി ഒരു കാരണവശാലും തേനിൻ്റെ കൂട്ടിൽ നിന്ന് എടുക്കരുത്. അത് അവരുടെ ഈച്ചയുടെ ഭക്ഷണമാണ്. ഒരു പെട്ടി എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത് തേനീച്ചകളുമായിട്ട്? വളരെ കാലങ്ങളായിട്ടുള്ള പെട്ടികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നുകൊണ്ട് നമ്മൾ ഈ വർഷം തന്നെ പിടിച്ചു വെച്ചാൽ അടുത്ത വർഷം ചിലപ്പോൾ പോകാനും മേലായില്ല. അങ്ങനെയെല്ലാം സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് പിരിച്ചു വെക്കുന്ന കാലത്ത് റാണിയെ കിട്ടാതെ വരികയും ഇണ ചേർന്ന് പുതിയ മുട്ടയിടാനുള്ള റാണി ഉണ്ടാകാതെ വരികയും ഇങ്ങനെയെല്ലാം വരുന്നതുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെടാം. എന്നാൽ ഈ തേനീച്ച കൂടുതൽ കാലം പിടിച്ചു നിർത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഈ പെട്ടിക്കുള്ളിൽ പിടിച്ചു നിർത്താൻ നമ്മുടെ രീതിക്ക് അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഒരു കോളനി തുറക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ച് കാലത്തെ ഒരു 1-2 വർഷത്തെ വളർത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഏകദേശം കോളനി എങ്ങനെ സ്ട്രെങ്ത് ഉള്ളതാണെന്ന്. സ്ട്രെങ്ത് ഇല്ലാത്ത കോളനി ഒരു കാരണവശാലും ഡിവൈഡ് ചെയ്യരുത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 2 കോളനി രണ്ടായിട്ട് പിരിച്ചു വെക്കുമ്പോൾ ആ കോളനി അങ്ങ് മൊത്തത്തോടെ നശിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത്. അപ്പം നല്ല ശക്തമായ കോളനി പിരിച്ചു വെക്കുക. അതൊക്കെ സമയത്തും കാലത്തും പിരിച്ചു വെക്കുക. പിന്നെ കാലാവസ്ഥ ഇതിനുണ്ട് എങ്കിൽ പോലും നവംബർ 15 ഡിസംബർ 15 വരെ ഒരു മാസക്കാലം പിരിച്ചു വെക്കുന്ന ഒരു കാലം എടുക്കുക. കൂടുതലായിട്ടും പിടിച്ചു കിട്ടുന്ന സമയം അതാണ് ഒരു കോളനി. ഇതിൻ്റെ കോളനി വിഭജനം എങ്ങനെയാണ്? ഒരു തേനീച്ചക്കൂട്ടിൽ 3 തരം മുട്ടകളുണ്ട് എന്നാണ് പറയേണ്ടത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെട്ടി തുറക്കുമ്പോൾ. കപ്പ് മുട്ട എന്ന് പറഞ്ഞ ഒരെണ്ണം. അപ്പം ഈച്ചകളുണ്ടാക്കുന്ന കപ്പ് പോലെയുള്ള ആ അറയിലേക്ക് റാണി മുട്ട ഇട്ട് വെക്കുമ്പോഴാണ് കപ്പ് മുട്ട എന്ന് പറയുന്നത്, തുറന്നിരിക്കുന്ന മുട്ട. രണ്ടാമത് ഉള്ളതാണ് ബ്രൗൺ നിറത്തിലുള്ള മുട്ട. ബ്രൗൺ നിറമുള്ളതെന്ന് പറയുമ്പോൾ അത് കപ്പുമുട്ടയുടെ ഭാഗങ്ങൾ ഈച്ച അടച്ച് വെച്ച് വരുന്ന ആ കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഐവറി കളറിലുള്ള മുട്ട എന്ന് പറയുമ്പോൾ കളർ മാറ്റത്തിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ബ്രൗൺ നിറമുള്ള മുട്ടയുടെ പുറത്തുള്ള മെഴുക് തേനീച്ചകൾ ചിരണ്ടി പുതിയ കൂടിനായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് ഐവറി കളറിലേക്ക് മാറുന്നത്. ഐവറി കളറിലുള്ള മുട്ട ആണ് ഉടനെ വിരിയുന്നത്. ഈ മെഴുകെല്ലാം ചിരണ്ടിയിട്ടാണ് പുതിയ കൂടുകൾ ചെറുതേനീച്ച ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇത് വെളുത്ത് ഈ മുട്ട വെളുത്ത് ഐവറി കളറിലോട്ട് വരുന്നത്. ഇതിപ്പം ബ്രൗൺ നിറമാണ്. ഇത് കപ്പുമുട്ട. ഇത് തേനീച്ചയുടെ പൂമ്പൊടിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇവർക്കുള്ള വലിയ ഈച്ചയും തേൻ ചേർത്ത് ഉള്ള ഭക്ഷണം. ഇതെല്ലാം പൂമ്പൊടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ അടിയിലൊക്കെ കാണുന്നത് ഇതൊക്കെ തേനാണ്. ഇത് പൂമ്പൊടി ഇടകലർത്തിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തേൻ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. പൂമ്പൊടി തേനിനകത്ത് പരിധി വിട്ട് കലർന്നാൽ തേൻ പുളിച്ചു പോകും. ഇത് തേൻ തന്നെ ഇരിക്കുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ ആ കോളനി വിഭജനം നടത്തുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ മുട്ടകളാണോ മാറ്റി വെക്കേണ്ടത്? നമുക്ക് എല്ലാ ഇനം മുട്ടകളും അടുത്ത കോളനിയിൽ പുതിയ കോളനിയിൽ എത്തണം, വിഭജിക്കുന്ന കോളനിയിലോട്ട്. അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം തേനും ആവശ്യത്തിന് പൂമ്പൊടിയും പുതിയ കോളനി വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് വിഭജിക്കേണ്ടത്. അപ്പോൾ ഈ മുട്ടയിൽ ഇപ്പോൾ ഈ 3 തരം മുട്ടകൾ പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ഏതായിരിക്കണം? കൂടുതൽ ഉണ്ടാകേണ്ടത് ഇതെല്ലാം ക്രമമായിട്ട് പറയുമ്പോൾ വിരിയാറായ മുട്ടകളും ഇതെല്ലാം ഏകദേശം തുല്യമായിരിക്കും ഇതിൻ്റെ കണക്കുകൾ പോകുന്നത്. വിരിയാറായ മുട്ട ഇതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മുട്ടയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട്. എത്രയാണെന്ന് പറഞ്ഞാലും ഒരു 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 കൃത്യകണക്ക് എനിക്ക് പറയാൻ ഇപ്പോഴും പറ്റിയല്ല. എങ്കിലും പലരും പറഞ്ഞു കേട്ടതനുസരിച്ചാണെങ്കിൽ 10-15 ഈച്ചകളൊക്കെ ഓരോ കോളനിയിലും ഉണ്ടാവും. അതാണ് അതിൻ്റെ കണക്ക്. എത്രത്തോളം ഈച്ചകൾ ഒരു കോളനിയിലുണ്ടോ അത്രത്തോളമാണ് അതിൻ്റെ തേൻ സംഭരിക്കാനുള്ള ശക്തി. അപ്പം നമ്മൾ ഈ ഒരു കോളനി 10,000 ഈച്ചകൾ ഉണ്ടെങ്കിൽ അടുത്തൊരു കോളനിയിലേക്ക് എത്ര എണ്ണത്തെ മാറ്റി വയ്ക്കണം? നേർപകുതി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കോളനി വിഭജനം നടത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് സെറ്റ് പിരിഞ്ഞു പോകും. അത്രയും അവർക്ക് ഒരു ഗ്രൂപ്പ് ആൾക്കാർ നമുക്ക് നഷ്ടപ്പെടും. ഇതിൽ നിന്ന് പോവുക. പിരിച്ചില്ലെങ്കിലും ഈ നഷ്ടം വരും. എന്നാൽ പിരിക്കാതിരുന്ന ഉള്ള തേനെല്ലാം കിട്ടുള്ളൂ. ഈച്ചയെല്ലാം വളരും. അല്ല 1,00,000 ഈച്ച ഉണ്ടാകും, അങ്ങനെ വളരും എന്നുള്ള ചിന്ത വലിയ കാര്യമില്ല. അതുപോലെ എത്ര വലിയ പെട്ടിയാണെന്നും കൊണ്ടുവന്നാൽ അതിനകത്തിരുന്നോളും എന്നുള്ള ചിന്തയും നല്ലതല്ല. ഒരു കൃത്യ കണക്കുണ്ട് പെട്ടിക്ക്. ആ പെട്ടിയുടെ കണക്കുള്ള പെട്ടിയൊക്കെയാണ് ഏറ്റവും നല്ലത്. 4 ഇഞ്ച് പൊക്കവും 4 ഇഞ്ച് വീതി ഉള്ള പെട്ടികളാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അതിനൊത്തിരി
പുതിയ പുതിയ സംവിധാനം ഡബിൾ ഡക്കർ എന്നൊക്കെ പറഞ്ഞ പെട്ടികൾ പലതും ഉണ്ട്. എങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ട് വിജയമല്ല, എങ്കിലും ചിലതെല്ലാം വിജയിക്കുന്നുമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, പിന്നെ തുറന്നിട്ട് ചെറിയ മുട്ട കൊടുക്കണം, റാണി ഇല്ലെങ്കിലും പുതിയ റാണി ഉണ്ടായിക്കോളും എന്നൊക്കെ പറഞ്ഞൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രായോഗികമല്ല. പറയുന്ന പോലെ ഇതെല്ലാം എന്നും തുറക്കുക അടയ്ക്കാന്നല്ല. ഇത് അടച്ചാൽ നമ്മൾ ആ കോളനി കിട്ടിയെങ്കിൽ കിട്ടി, കോളനി പോയെങ്കിൽ പോയി, പുതിയത് പിന്നെയും പിരിച്ചു വെക്കുക. എല്ലാ വർഷവും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കോളനി വർദ്ധിക്കും, അല്ലാതെ താഴോട്ട് പോവുകയില്ല. നമുക്കിപ്പോൾ മൊത്തം എത്ര പെട്ടികളുണ്ട് ഇവിടെ? 100 പെട്ടിയോടെ അടുക്കുന്നു, അത്രേ ഉള്ളൂ. 100 പെട്ടികളാണ്. നമുക്ക് ആ 100 പെട്ടിയിൽ നിന്ന് എന്തേരം തേൻ ലഭിക്കും? അത് ഒരു പെട്ടിയിൽ നിന്ന് കിട്ടുന്ന തേനിനെ പറ്റി നമുക്ക് കൃത്യതയില്ല. ഒരു 700 വരെയും കിട്ടുന്ന പെട്ടികളുണ്ടാകാം, അപൂർവമായിട്ട് 100 ഗ്രാമുള്ള പെട്ടികളും ഉണ്ടാകാം. അവരത്രയും സംഭരിക്കുന്നുള്ളൂ. എത്ര കാലം അവരെ പരിശ്രമിച്ചാലും എത്ര കാലം അവർ നോക്കിയാലും അവർക്ക് അത്രേ പറ്റൂ. അവരെ കൊണ്ട് 100 ഗ്രാമേ സംഭരിക്കാൻ പറ്റുള്ളൂ. അത് ഇവർ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ പോലെ അവരുടെ പ്രവർത്തനം ആ രീതിയിലുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ വർഗ്ഗഗുണമുണ്ട് കേട്ടോ. ഒരു 3-4 തരം വീച്ചുകൊണ്ട് നമുക്കിവിടെ അതിൻ്റെ ഓരോരുത്തരുടെ ഫ്രണ്ട് വാതിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതെന്താണ്. ചിലർക്ക് ഒരു 2 പേര് ഇറങ്ങാനുള്ള ചെറിയ പൊത്തുമായിട്ട് അവരങ്ങോട്ട് കാലങ്ങളിരുന്നാലും അങ്ങനെ അവരിയ്ക്കുള്ളൂ. അവർക്ക് വലിയ വർധനമില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുള്ള പെട്ടികളാണ്. അത് ശരാശരി വരുമ്പോൾ ഒരു 300 ഗ്രാം തേൻ എന്ന് കണക്കാക്കാം. അങ്ങനെയാണ് ഏറ്റവും നല്ലത് അല്ലേ? അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ ഇത് മാത്രം ഒരു ഇതില്ല. എന്നാൽ കുറേ കോളനി നല്ലതുണ്ട്, നമുക്ക് കുറേ തേനുണ്ട്. 40 കിലോ തേന് അല്ലെ 35-40 കിലോ തേൻ ഒരു വർഷം കിട്ടും. അത് ഏറ്റവും കൂടിയതാണ്. അതിലോട്ട് പുറകോട്ടും ഉള്ളൂ, അത് കൂടുതലോട്ടും. അത് നമുക്കിപ്പോൾ ഈ വർഷം പറ്റിയില്ലയോ, ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. ഈ വർഷം തേനെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ തേനെടുത്താൽ മതി. ആ തേൻ അവർ കുടിച്ചിട്ട് പോവുകയില്ല. അതെല്ലാം അങ്ങനെയുണ്ട്. അവർക്കത് വേണ്ട, അവർക്കത് മിച്ചമുള്ളത് അവിടെ ഇരിക്കും. നമുക്ക് അതിനകത്ത് ചെറിയൊരു ഇത് വരുന്ന പറഞ്ഞാൽ കൽക്കണ്ടൻ രീതിയിലോട്ട് അല്പം തേൻ മാറുമെന്നല്ലാതെ ഇവർ കുടിച്ചു തീർക്കല്ല, അതെല്ലാം മിച്ചമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചാൾ അവിടെ ഇരുന്നാലും ഒരു വർഷത്തേന് നമ്മളിവിടെ ഇല്ല, എടുക്കാൻ പറ്റുന്നില്ല. മാർച്ച് മാസത്തിൽ എടുക്കാനും പറ്റിയില്ല, പിന്നെ മഴയായി പോയി. അതവിടെ വെച്ചാൽ അടുത്ത വർഷം എടുത്താൽ മതി. കാരണം തേനെടുക്കുന്നത് നമ്മൾ മാർച്ച് 15-ന് മുന്നോട്ട് വിടരുത്. അങ്ങനെ തുറക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ചെറുതേനീച്ചയുടെ പെട്ടി തുറക്കുമ്പോൾ ഇതിൻ്റെ തേനിൻ്റെ മണം കൊണ്ട് ശക്തമായിട്ട് മറ്റ് ഈച്ചകൾ വന്ന് കയറാറുണ്ട്. തേനെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമുക്ക് തേനെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ മാർച്ച് ആദ്യം അങ്ങ് തേനെടുത്തേക്കുക. മാർച്ച് കഴിഞ്ഞിട്ട് മാർച്ചിൻ്റെ അവസാന ഭാഗമാകുമ്പോഴത്തേക്കും പുറത്തുള്ള തേൻ തീരുന്നത്. അത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശല്യം വരുള്ളൂ മറ്റീച്ചകളെ കൊണ്ട്. അല്ലെങ്കിൽ യാതൊരു ശല്യവും വേറെ ആരും വന്ന് ശല്യം ചെയ്യല. എനിക്ക് 30-35 വിയറ്റ്നാമേറിൽ പ്ലാവുണ്ട്. ഞാൻ ഇപ്പം 3-4 വർഷമായി. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം കായ്ച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ഇടിച്ചക്കയായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് ലാഭം വരും. അത് പ്ലാവിൻ്റെ ഒരു വളർച്ചയ്ക്കും അത് നല്ലതാണ്. 800 ഗ്രാം മുതൽ 1.5 കിലോ 1.25 കിലോ വരെയുള്ളത് ഇടിച്ചക്കയായിട്ട് പോകും. അതിന് ഓഫ് സീസൺ ആയതുകൊണ്ട് നല്ല വിലയുണ്ട്. നമ്മൾ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരെണ്ണം തന്നെ പ്ലാവ് വെക്കുക. അത് വിയറ്റ്നാമേറിലെയാണ് ഇപ്പം നമുക്ക് കണ്ടിടത്തോളം ഏറ്റവും ഈ രീതിയിൽ അവർ കൊണ്ടുപോകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പഴത്തിന് പ്രത്യേകിച്ച് വരുന്ന വിയറ്റ്നാമേറിൽ സമയാസമയങ്ങളിൽ കൃത്യസമയത്ത് പഴം കഴിച്ചാൽ അത് വളരെ രുചിയുള്ളതാണ്. കൂടുതൽ പഴുത്തു പോയാലും പഴുപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ്. അതിൻ്റെ മധ്യത്തിലുള്ള സമയത്ത് പഴുപ്പ് കഴിച്ചാൽ വളരെ രുചികരമാണ്. നമുക്കിത് ചക്ക പൂപ്പെത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമുണ്ട്. നമ്മളിങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ ഇത്രയും തൊട്ട് വെക്കുക. മൂപ്പെത്തിയതാണെങ്കിൽ നല്ലപോലെ മൂപ്പെത്തിയതാണെങ്കിൽ ഈ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകും. ഇത് നല്ലപോലെ മൂത്തതാണ്. കണ്ടോ, ഇതിനകത്തോട്ട് കണ്ടോ ഈ ഒഴുക്ക് അല്ലെങ്കിൽ മുളഞ്ഞ് ഇവിടെ കട്ടിയായിട്ടിരിക്കുകയുള്ളൂ. ഇത് ഇങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒഴുകിപ്പോകും. ഒഴുകിപ്പോകും. മൂത്ത് ഇങ്ങനെ ഒഴുകുന്ന ചക്ക എല്ലാം മൂത്തതാണ്. അല്ലാത്തത് ഇപ്പം ഞാൻ പറയാം, ഇത് തന്നെ ചെയ്യാം. ഇത് മൂത്ത അരി കൊട്ടോ കുഞ്ഞാണേലും ഇതിൻ്റെ അവസ്ഥ പോലെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒഴുകത്തില്ല, അവനെ കട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. ഇത് കമുക് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഓല ഇതിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് ഒരു വശം പൊള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വശം പൊള്ളിപ്പോകും. നല്ലപോലെ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ വലിയ വേനക്ക് ഇതിങ്ങനെ ഒരു വശം പൊള്ളിപ്പോയിട്ട് ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചൂട്ട് വെച്ച് കെട്ടിയിരിക്കുന്നത്. വൈറ്റ് വാഷ് ചെയ്താലും നല്ലതാണ്. എനിക്ക് ഈ വർഷം ഓല ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഓല പൊതിഞ്ഞ് കെട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എല്ലാം വൈറ്റ് വാഷ് ചെയ്തതാണ്. ഇത് മംഗള ആണ്. ഇത് 100 എണ്ണം. കായ കഴിഞ്ഞ വർഷം തുടങ്ങി കിട്ടി തുടങ്ങി. വിലയുണ്ട്, നന്നായിട്ട് വിലയുണ്ട്. നമുക്കിവിടെ എന്നാന്ന് ചോദിച്ചാൽ വെള്ളം കൊടുക്കണം. നമ്മൾ അങ്ങനെയല്ല, വെള്ളം കൊടുക്കാൻ നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് വെള്ളം കൊടുക്കാനില്ല. എന്നുകൊണ്ട് അത്യാവശ്യം ഒഴിക്കാനുമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു.
പൊതിഞ്ഞ് നിർത്തുന്നത് അതിനല്ല, സൂര്യപ്രകാശം അടിച്ച് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതിഞ്ഞ് നിർത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും വെള്ളം ഒഴിക്കാത്തതിൻ്റെ കിട്ടുകയില്ല. പൊതയിട്ട് എടുത്താൽ വ്യത്യാസമുണ്ട്. ഇത് 1,00,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു സംഭരണിയാണ്. ഇതിനകത്ത് ഞാൻ ഇതിനോടൊപ്പം സംഭരണിയാണ്, എനിക്ക് നനയ്ക്കാനുള്ള വെള്ളം ഇതിനകത്ത് നിന്ന് എടുക്കുകയും ചെയ്യണം. ഇനി ഞാനിത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഗൗരാമീനെയാണ് ഇട്ടിരിക്കുന്നത്. ഗൗരാമീനൊരു ഗുണമുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് എയറൊന്നും കൊടുക്കണ്ട. അത് അന്തരീക്ഷത്തിൽ നിന്ന് വായു ശ്വസിക്കുന്നതുകൊണ്ട് മുകളിൽ വന്ന് ശ്വസിച്ചോളും. അതുകൊണ്ട് എയർ കൊടുക്കണ്ട. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ഈ മീനെ ഇവിടെ വളർത്തുന്നത്. അതിനോടൊപ്പം ഈ ടാങ്ക് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് എൻ്റെ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ഈ വെള്ളം താഴെ കൊക്കത്തോട്ടമൊക്കെ ഉണ്ട്, അതിലേക്ക് നനയ്ക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ മീനിൻ്റെ വേസ്റ്റും ഇതെല്ലാം ഉള്ള വെള്ളമായതുകൊണ്ട് നമുക്ക് ചെടികൾക്ക് കുറേ കൂടെ ഗുണകരമാണ്. വെള്ളത്തിൻ്റെ കുറേ അംശമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. എനിക്കിവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലുള്ള ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് നന്നായിട്ട് ഒഴിക്കാനുള്ള വെള്ളമില്ല. ഇതിൽ നിന്നൊക്കെയുള്ള വെള്ളം കൊണ്ടാണ് ഈ ചെടികളെയൊക്കെ നനച്ചും ഒക്കെ പരിപാലിക്കുന്നത്. മീൻവളക്ക എന്നാണ് കവിഞ്ഞ് ഇത് നനയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു 2 അടി വെള്ളം വരെ താഴ്ചയിൽ ഇത് നമുക്ക് ഇതിനകത്തെ വെള്ളം നനയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള വെള്ളം മീനിന് വേണ്ടി ഇട്ടേക്കുക, പിന്നെ അടുത്ത വർഷം സ്റ്റോർ ചെയ്യുക, ഇങ്ങനെ അങ്ങ് പോകുന്നു. ഈ മാവ് പൂക്കുന്ന കാലത്ത് രാവിലെ പോയിക്കുന്നത് വളരെ നല്ലതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അടിച്ചു കൂട്ടി വരുന്നതും ബാക്കി കുറച്ച് പുല്ലിൻ്റെ കഷ്ണം എല്ലാം ഇട്ട് പോയിക്കുന്നത്. ഇത് പോയിക്കുന്നതുകൊണ്ട് മറ്റ് കീടങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി സംരക്ഷണം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കൊഴിച്ചിലും ബാക്കി ഈ പ്രാണികളിൽ നിന്നുള്ള ശല്യം ഒഴിവാകും. കൊഴിച്ചിൽ പൂർണ്ണമാണെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. ഏതായാലും നമ്മളിങ്ങനെ പോയിക്കുന്ന കുറേ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു കൃത്യതയോടെ ഇങ്ങനെയാണ് പറയപ്പെട്ടു വരുന്നത്. നമ്മളത് കൃത്യത നമുക്ക് പറയാനും പറ്റില്ല. എങ്കിലും പോയിച്ചാൽ വ്യത്യാസമുണ്ടെന്ന് പലരും പറയുന്നത് ഞങ്ങളും പോയിക്കുന്നു, വ്യത്യാസമുണ്ട് താനും. എനിക്ക് തേക്ക് നിൽക്കുന്നത് വെറുതെ തേക്കായിട്ട് തന്നെ നിർത്തിയിരുന്നൊരു സ്ഥലമാണ്. എൻ്റെ ഒരു മനസ്സിലൊരു പ്ലാൻ തോന്നി, എന്തെങ്കിലും ഒരു ആദായം, അതായത് വലിയ ആദായം നമ്മൾ കണക്കാക്കായിട്ടുണ്ടല്ല ഇത് വെച്ചിരിക്കുന്നത്. കാരണം ഇതൊക്കെ തോട്ടം തെളിക്കാനും ഇതൊക്കെ വൃത്തിയാക്കി ഇടാനുള്ള ഒരു ആദായം കിട്ടുക എന്നൊരു ചിന്തയോടുകൂടിയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. എങ്കിലും കണ്ടിടത്തോളം അതിലുമൊക്കെ കുറേ കൂടെ മെച്ചം കിട്ടും എന്നാണ് കരുതുന്നത്. ഒരു 126ഓളം കാപ്പി വെച്ചിട്ടുണ്ട്. അതൊരു 3.5 അടി ആകുമ്പോൾ കട്ട് ചെയ്ത് വിടും. അതിന് മുകളിലോട്ട് ഇനി ഉയർത്തി വിടുകയില്ല. അതുകൊണ്ട് പ്രൂൺ ചെയ്ത് നിർത്തി ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത്. ഞാൻ സാധാരണ ഇവിടെ നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന കാപ്പി തന്നെയാണ് നട്ടിരിക്കുന്നത്. കാരണം നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യമോ മറ്റ് സൗകര്യങ്ങളോ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ആണിത് നട്ടിരിക്കുന്നത്. ഒരു 3.5 അടി പൊക്കമാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണം. പിന്നെയും കാലങ്ങളായിട്ട് പിന്നെയും വരുന്ന അടിയിൽ നിന്ന് അഡീഷണലായിട്ട് വളർന്നു വരുന്ന അതിനെ നമ്മൾ പിന്നെയും കട്ട് ചെയ്ത് നിർത്തി ഇത് പ്രൂൺ ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3.5 അടി 4 അടി പൊക്കത്തിൽ എന്നും തന്നെ ഈ കാപ്പി നിലനിൽക്കും. അപ്പോൾ നമുക്കൊരു എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, നമ്മളൊരു പടുത ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാപ്പിയുടെ ചുവട്ടിലോട്ട് ചേർത്ത് കാപ്പി കയറ്റിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കാപ്പിക്കുരു എല്ലാം പെട്ടെന്ന് തന്നെ ഊരി എടുക്കാനുള്ള സൗകര്യം കിട്ടും. മുകളെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലോട്ട് വളരുന്ന എല്ലാ മുകളങ്ങളും അതിപ്പോൾ ഒടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിൽ ഒരു മാസം കൂടുമ്പോൾ ഒടിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് വളർന്ന് പിന്നെ വളർന്ന് വലുതായി പോയിക്കൊണ്ടിരിക്കും. ഒടിച്ചൊടിച്ച് കളയണം. അത് നമ്മൾ നോക്കണം. ഇതൊരു കുറച്ച് കാലം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വളർച്ച കുറയും. തുടക്കത്തിലെ കൂടുതലുണ്ടാവും. ഇപ്പം റബ്ബർ തോട്ടത്തിൽ ഇത് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ആദായമാണ്. നമ്മളിപ്പോൾ അങ്ങനെ എന്ത് കിട്ടുന്നു അല്ലെ അല്പമോ കിട്ടുന്നുള്ളൂ എന്നൊരു ചിന്ത വേണ്ട. നമ്മൾ അതും ഒരു ആദായമാണ് എന്ന് ചിന്തിച്ച് അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമുണ്ട്, കൃഷിക്കാരന് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ വന്നു ചേരുന്നത്. അല്ലാതെ ഓരോന്ന് കാണുമ്പോഴും ഇതിൽ നിന്ന് എന്നാ കിട്ടുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ പറമ്പെല്ലാം തെളിക്കാനുള്ള പൈസ കിട്ടും. അപ്പോൾ എപ്പോഴും വൃത്തിയാക്കി ഇടാൻ പറ്റും. അതിന് കഴിഞ്ഞ് അഡീഷണലായിട്ട് കുറേ പൈസയും കൂടെയൊക്കെ കിട്ടും എന്നൊക്കെ കരുതുക. അല്ലാതെ എല്ലാം കാണുന്നത് എനിക്ക് ഭയങ്കര ആദായമോ മറ്റോ കൃഷി ചെയ്യുന്നതല്ല, മറ്റു ജോലിക്കാരൊക്കെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, അങ്ങനെ ചിന്ത ഒരിക്കലും കൃഷിക്കാരന് പാടില്ല. ചെറിയ ആദായങ്ങളിലൂടെ എടുത്ത് നമ്മൾ ജീവിക്കുക. ഇവിടെ മൊത്തം തേക്ക് എത്രയാണ് ചെയ്തിട്ടുണ്ട്? 10,000 തേക്ക് ചെയ്തിട്ടുണ്ട്. നാടൻ തേക്കുകളാണ്. ഒന്നും ടിഷ്യൂ കൾച്ചറല്ല, പഴയ നമുക്ക് നാടൻ തേക്കുകൾ. അല്ലെങ്കിൽ അത് 4-ാം വർഷമായതും 6-ാം വർഷമായതും എല്ലാം ഉണ്ട്, പലതരമാണ്. ഏത് വിളയിലും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമുക്ക് ഒരു കൃഷി തുടങ്ങി ഒന്നുമില്ലാതെ അവസാനിക്കുന്നത്, അതായത് കൊക്കോ തീർന്നു കഴിയുമ്പം ഒന്നുമില്ലാത്ത അവസ്ഥ വരരുത്. ഏതിന് അടിസ്ഥാനമായൊരു കൃഷിയും കൂടെ നമ്മുടെ കയ്യിൽ കൈവശം കാരണം പ്രായം വരുന്നു, പോരാത്തതിന് പിള്ളേർ ഈ രംഗത്തോട്ട് വരുന്നുമില്ല. അപ്പം നമ്മുടെ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കിങ്ങനെ ഇതുപോലെയുള്ള
പിന്നീട് ഒരു 10-40 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആദായം കിട്ടത്തക്ക രീതിയിലുള്ള കൃഷിയും കൂടെ ഉള്ളതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്ത് പോരുന്നത്. ഞാൻ റബ്ബർ വെട്ടിയിട്ട് പുതുതായിട്ട് തേക്ക് വെച്ചതാണ്. അത് എല്ലാം ഒരു 6 അടി അകലം, 6 6x6 എന്ന അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. തേക്ക് ഒരുവിധം നന്നായിട്ടെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. തോട്ടപ്പയർ ഇതിനകത്താണ് പണ്ടുണ്ടായിരുന്നു, റബ്ബർ കൃഷിയിലുണ്ടായിരുന്നു. അതിപ്പം നന്നായിട്ട് വളർന്ന് നടന്ന് നിറച്ച് കായുമായിട്ടാണ് നിൽക്കുന്നത്. ഉത്സാഹിച്ചാൽ അതും ഒരു നല്ല വരുമാനമാണ്. തോട്ടപ്പയറിന് ഇപ്പോൾ കിലോയ്ക്ക് ഉണങ്ങിയതിന് 700 രൂപ അടുത്ത് വിലയുണ്ട്. അതിനെപ്പറ്റി കൃത്യത പറയാനില്ല. ഉണങ്ങുമ്പോൾ നമ്മൾ പറിച്ചിട്ട് പൊട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇത്ര കിലോ ഇത്ര കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മൂത്ത് വരുന്നേ ഉള്ളൂ. അല്ല, ഇത് ശേഖരിക്കുന്നവരുണ്ട്. നമുക്കിനി മറ്റുള്ളവർക്ക് വേണേലും വിട്ടുകൊടുക്കാം. ഇത് അവർക്ക് ശേഖരിച്ചാൽ നല്ലൊരു വരുമാനമുണ്ട്. അതിനനുസരിച്ച് ഈ പറമ്പ് നിറച്ച് ഇപ്പം പയർ കയറി അങ്ങനെ നിൽക്കുക. എനിക്ക് ഒരു 175ഓളം കൊക്കോ ഉണ്ട്. ഇത് വില നല്ല വിലയുള്ള കാലത്ത് ചെയ്തതല്ല. എങ്കിലും എനിക്കൊരു മനസ്സുകൊണ്ട് തോന്നി എങ്ങനെയെങ്കിലും ഇത് റബ്ബർ കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞു പോകാനുള്ള മാർഗ്ഗമില്ലല്ലോ. ഇനി റബ്ബറില്ല, വെട്ടുകാരില്ല, ഇങ്ങനെയെല്ലാം വരുന്ന സ്ഥിതിക്ക് റബ്ബറിന് ആദായം കുറവ്, പ്രധാനമായിട്ടും വെട്ടാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്കൊന്ന് ജീവിച്ചു പോകാനുള്ളൊരു മാർഗ്ഗം എന്ന കണക്കിനാണ് ഞാൻ കൊക്കോ കൃഷി ആരംഭിച്ചത്. ഏതായാലും അത് പിന്നീട് 2-3 വർഷം കൊണ്ട് ഇപ്പോൾ ഒക്കെ നല്ല വിലയുണ്ട്. അതുകൊണ്ട് വളരെ ആദായകരമാണ്. കൊക്കോയ്ക്ക് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഏതവസ്ഥയിലുള്ളവർക്കും ഇതിൻ്റെ ജോലി ചെയ്യാൻ പറ്റും. അവർ നോക്കിയാൽ അവനവന് ജീവിച്ച് പോകാൻ പറ്റും. അതിന് വേറെ കൂലിക്കാരോ പണിക്കാരൊന്നും വേണ്ട. എന്നുകൊണ്ട് പണിയില്ലയെന്ന് ചോദിച്ചാൽ ശക്തമായ പ്രൂണിങ്, നന്നായിട്ട് പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കായ്ച്ചു കിട്ടുള്ളൂ. വളം ചെയ്യുന്നതിനോടൊപ്പം പ്രൂണിങ് അത്ര അത്യാവശ്യമാണ്. ഇത് നമ്മൾ ജൂൺ മാസത്തിൽ നടണം. അത് ചപ്പും ചവറും ഒക്കെ ഇട്ട് ഒക്കെ ചൂട്ടി ചേർത്ത് വേണ്ട ചെറിയ വളങ്ങളൊക്കെ തുടക്കം കൊടുത്ത് അതിനെ വളർത്തണം. അതിനുശേഷം വെള്ളം നനയ്ക്കാനുള്ള കാര്യമല്ല പറയുന്നത്, വെള്ളം നനയ്ക്കാനില്ലാത്ത അവസ്ഥയിൽ കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ പറയുന്ന പോലെ ഇതിനെ കായ്പ്പിക്കണോ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ വെള്ളം വേണ്ടതാണ്. അതായത് ഇത് നട്ടുപരിപാലിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് 1 വർഷമാകുമ്പോൾ കായ്ക്കുന്ന കൊക്കോ ഇതിനകത്തുണ്ട്. 2 വർഷമാകുമ്പോൾ കായ്ക്കുന്ന 3-ാം വർഷം തന്നെ ഒരുമാതിരി നന്നായിട്ട് തന്നെ കായ്ച്ചു തുടങ്ങും. ഇവിടെ ഏതൊക്കെ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്? ഇത് CT40 ഉണ്ട്, പിന്നെ ക്രയോള ഇനങ്ങൾ 2 ഇനമുണ്ട്. ഇത് CT40യുടെ ഒരു ഇനമാണ്. ഇത് പച്ചയായിട്ടുണ്ടാകും, അത് കഴിഞ്ഞിട്ട് ഒരു വയലറ്റ് നിറത്തിലോട്ട് വരും, പിന്നീട് ഇത് മഞ്ഞയായിട്ട് മാറും. ഇതെന്തോരം വരും? ഇത് അവർ അവകാശപ്പെടുന്നത് 400 ഗ്രാം വരെയൊക്കെ കിട്ടുമെന്നാണ് ഒരു പൊട്ടിച്ചു കഴിഞ്ഞാൽ. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം 250-300 ഗ്രാം വരെ ലഭിച്ചിട്ടുണ്ട്. ഈ കൊക്കോ കൃഷി പൊതുവെ പറയുമ്പോൾ എല്ലാവരും പറയും പ്രായം ചെന്നവർക്കും ഒക്കെ ചെയ്യാവുന്നൊരു കൃഷിയല്ലേ, 65-70 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നൊരു കൃഷിയാണല്ലോ എന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയല്ല ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് പറിക്കുകയും ഉണക്കുകയും പരിപാടിയെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ചെയ്യാം. അതായത് റബ്ബറിനെ വെട്ടുന്ന പോലെയല്ല, ഇത് ഏത് ആൾക്കും ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്തുള്ള അധ്വാനവും പണികളും ഉണ്ട്. അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ടൊക്കെ കടന്നാൽ മതി. കൃഷിസ്ഥലമായിരിക്കണം അവൻ്റെ മെയിൻ. അവൻ പൂർണ്ണമായിട്ടും കൃഷിയോട് ചേർന്ന് നിൽക്കണം. അവൻ ജീവിക്കാൻ ഒരു തടസ്സവും വരികയില്ല. അവന് മുന്നോട്ട് വലിയ അവസ്ഥയില്ലെങ്കിലും സാധാരണഗതിയിൽ സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ യാതൊരു തകരാറില്ല. അതോടൊപ്പം ഞാനിപ്പോൾ ഈ കൊക്കോ കൃഷി ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്നെക്കൊണ്ട് എത്ര കാലം പറ്റുമോ അത്രയും കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൊക്കോ എന്നെക്കൊണ്ട് പറ്റുകയില്ലാന്നൊരവസ്ഥ വന്നാൽ ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നല്ലേ, ഈ ലൈനിൽ നിൽക്കുന്ന തേക്കുകൾ കാണാൻ പറ്റുമല്ലോ. ആ വശത്തോട്ടുണ്ട്, ഈ വശത്തോട്ടുണ്ട്, 2 വശത്തോട്ട് നിൽക്കുന്ന 20 അടി അകലത്തിലാണ് ആ തേക്ക് വെച്ചിരിക്കുന്നത്. ഇത് മാറുമ്പോൾ പുതിയൊരു ആദായം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. എൻ്റെ കൊക്കത്തോട്ടത്തിൽ നിൽക്കുന്ന തേക്കുകൾ ആ രീതിയിൽ വളരുന്നുമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ജോസിയുടെ മൊത്തം കൃഷി വിളകളും കൃഷി രീതികളും ഒക്കെ കണ്ട് മനസ്സിലാക്കി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ആദ്യം വരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കർഷകനെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അടങ്ങിയിരിക്കേണ്ടവനല്ല. അവൻ രാവിലെ 5 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കൃഷിയിടത്തിൽ സജീവമാകേണ്ടവനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി എന്ന ആശയത്തിന് തന്നെ ഇറങ്ങാവൂ എന്നാണ് ജോസിയുടെ ഒരു കാഴ്ചപ്പാട്. അല്ലേ ജോസിയുടെ? അതങ്ങനെ തന്നെയാണ്. അല്ലാതെ കാലങ്ങൾ മാറി, പഴയ കാലമല്ല. ഇനി ജീവിക്കണമെങ്കിൽ കൃഷിയിൽ തന്നെ ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ.
അതുപോലെ അധ്വാനിക്കുന്ന ഒരാളാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ അത്യാവശ്യം 7 ഏക്കറിലെ കൃഷി ജോലികൾ ആണുങ്ങളുടെ ജോലികൾക്കൊക്കെ ഞാൻ മതി, വേറെ ആളുടെ ആവശ്യമില്ല എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയും അല്ലേ, അത്രയും സജീവമായിട്ടാണ് എല്ലാ ജോലികളും, റബ്ബർ വെട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലേ. റബ്ബർ വെട്ട് ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. ഇത്രയും കൂടുതൽ കൃഷിപ്പണി വന്നതുകൊണ്ട് റബ്ബർ വെട്ടിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ആളുള്ളത് കൊണ്ടും കൂടെ ഒഴിവായിട്ടുണ്ട്. ബാക്കിയുള്ള ജോലി ചെയ്യാൻ എന്നാലും തികയുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് സമയമില്ല. കൃത്യതയോടെ ഓരോ ദിവസവും തലേ ദിവസം തന്നെ തീരുമാനിച്ച് പിറ്റേ ദിവസം കൃത്യതയോടെ ചെയ്തെങ്കിലേ ഈ കൃഷിപ്പണികൾ ഏകദേശം ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത്തരം പ്ലാനിങ്ങോടെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിങ് മണി സൈനിങ് ഓഫ് ഫ്രോം മകരക്കുളത്ത്.